ലോകരക്ഷകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നനച്ചിരിക്കാത്ത സമയങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ അനേകരിൽ കടന്നു വരാറുണ്ട്. ചിലർ ആ ഘട്ടങ്ങളിൽ ജയാളികളായിത്തീരും, മറ്റു ചിലർ പരാജിതരും തകർച്ച അനുഭവിക്കുന്നവരുമായി മാറും. നനച്ചിരിക്കാത്ത സമയങ്ങളിൽ മാരകമാകുന്ന രോഗങ്ങൾ, വലിയ നഷ്ടങ്ങൾ, തകർച്ചകൾ, മരണങ്ങൾ എന്നുവേണ്ട ജീവിതത്തിൽ ഒരിക്കലും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും മനുഷ്യനെ ബാധിക്കാറുണ്ട്. ചില സമയങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ അപ്രതീക്ഷിതമാകുന്ന തകർച്ചകൾ ജീവിത പടകിന് നേരെ ഒന്നൊന്നായി അടിച്ചുയരുവാനും സാധ്യതയുണ്ട്. എന്നാൽ 31 സങ്കീർത്തനം അതിൻ്റെ 24 വാക്യം വായിക്കുമ്പോൾ, യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവയിൽ പ്രത്യാശ ഉള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തെ ആഴമായി വിശ്വസിക്കുക എന്നതാണ് എന്ന് നാം മറന്നു പോകരുത്. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ദൈവഭക്തനാകുന്ന അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതുപോലെ തന്നെ അനേക ഭക്തന്മാർ ദൈവം പറഞ്ഞ വാക്കുകൾക്കനുസാരമായി ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. ദൈവം പറഞ്ഞ വാക്കുകൾക്കനുസാരമായി അനേക പ്രവൃത്തികൾ അവർ ചെയ്തു തുടങ്ങി. പിന്നത്തേതിൽ ആ പ്രവൃത്തികളെ ജയകരമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം അവരോട് കൂടെയിരുന്നു. ഇവിടെ നാം വായിപ്പാൻ ഇടയായിത്തീർന്നത് 31 സങ്കീർത്തനം 24 വാക്യം. അവിടെ നാം വായിച്ചത്: യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നിന്റെ വശത്ത് 1000-ഉം 10,000-ഉം ഒക്കെ കടന്നു വന്ന് അലമാലകൾ പോലെ അത് വീഴുവാനിടയുണ്ട്. ചുറ്റുപാടുകളിൽ ഘോരമാകുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിത പടകിന് നേരെ അലയടിച്ചുയരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക: പടകിൽ യേശു ഉണ്ടായിരുന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്തു. ചില മണിക്കൂറുകൾ മുൻപോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമെന്ന വണ്ണം കാറ്റുകളും കോളും അവരുടെ നേരെ ആഞ്ഞടിച്ചു. പടകിൽ വെള്ളം കയറുമാറ് പ്രതിസന്ധികൾ അവരുടെ മുമ്പിൽ വർദ്ധിച്ചു. എന്നാൽ പടകിലുണ്ടായിരുന്ന അരുമനാഥനെ അവർ വിളിച്ചുണർത്തി: നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് യേശുവിൻ്റെ മുമ്പിൽ വ്യാകുലചിത്തരായി തീർന്നു. എന്നാൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്: യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഇവിടെ നാം വായിച്ചത് യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ എന്ന് വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു: യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ഇന്ന് ഒരു കാര്യം വളരെ ഉറപ്പായി വിശ്വസിക്കുക: കാറ്റും കോളും കടലും രോഗങ്ങളും കടഭാരങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലമായി ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് നേരെ അലയടിച്ചുയരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു നിൻ്റെ പടകിൽ നിന്നോട് ചേർന്ന് യാത്ര ചെയ്യുന്നെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന സകലരുമേ, എനിക്കൊരു കാര്യം പറയാനുള്ളത്: യഹോവയിൽ പ്രത്യാശയുള്ളവരെ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഹൃദയം കലങ്ങുവാൻ ഇടവരരുത്. കാരണം കാറ്റിനെ ശാസിപ്പാൻ കഴിവുള്ളവൻ, കടലിനെ നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ, മരിച്ചവരെ ഉയർപ്പിപ്പാൻ കഴിവുള്ളവൻ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു നമ്മുടെ പടകിൽ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് വ്യാകുലചിത്തരാകുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന സവിശേഷതകളൊന്ന് എന്ത്? 31 സങ്കീർത്തനം 24 വാക്യത്തിൽ വായിച്ചത്: പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിന്റെ ഹൃദയം വ്യാകുലപ്പെട്ടു പോകരുത്. 2 ഫിലിപ്പിയ ലേഖനം 4 അധ്യായം അതിൻ്റെ 13 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും:
ചെയ്യുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അതെ, പിന്നെയും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ജയത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കാറ്റിനെയും കടലിനെയും ശാസിപ്പാൻ കഴിവുള്ള ഒരു വലിയവനാകുന്ന ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോട് കൂടെയുണ്ട്. മാത്രമല്ല, ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളുടെ യാത്രയെ തടയുവാൻ കടന്നു വന്ന ഫറവോൻ്റെ മുമ്പിൽ സമുദ്രത്തെ വിഭാഗിച്ച വലിയവനാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പിന്നെയും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, യെരമ്യാ പ്രവചനം 17-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ ആശ്രയം വയ്ക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം പ്രതിപാദിക്കുന്നത് അവൻ ആറ്റരികത്ത് നടപ്പെട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെയിരിക്കും. മാത്രമല്ല, ഉഷ്ണം തട്ടുമ്പോൾ അവൻ വാടിപ്പോകുകയില്ല എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. അപ്പോൾ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഒന്ന് തക്ക കാലത്ത് ഫലം കായ്ക്കും, ഉഷ്ണം തട്ടുമ്പോൾ വാടുകയില്ല. ഏത് പ്രതിസന്ധിയെയും ധൈര്യമായി അഭിമുഖീകരിക്കാൻ തക്കവണ്ണം ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനിടയായി തീരും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പിന്നെയും പറയുന്നത്, ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിയെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എൻ്റെ ദൈവത്താൽ ശത്രുവിൻ്റെ മേൽ ജയമുള്ളവനായി തീരും. കാരണം ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ആയതിനാൽ ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന സകലരുമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതയാത്രയിൽ ഒരുപക്ഷെ കാറ്റുകൾ അടിച്ചുയർന്നെന്ന് വന്നേക്കാം, പ്രതികൂലങ്ങൾ അടിച്ചുയർന്നെന്ന് വന്നേക്കാം, മരണത്തിൻ്റെതാകുന്ന തണുത്ത കരങ്ങൾ ഒരുപക്ഷെ നമ്മളെ കാർന്ന് തിന്നത്തക്കവണ്ണം നമ്മുടെ അടുത്തേക്ക് വന്നുവെന്ന് വന്നേക്കാം. യഹോവയിൽ പ്രത്യാശയുള്ളവരാണ് നിങ്ങളെങ്കിൽ ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവം നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. നിങ്ങളുടെ മുമ്പിൽ അലയടിച്ചു വരുന്ന ഏത് പ്രശ്നവും ഏത് പ്രതികൂലവും നിങ്ങളെ തോൽപ്പിക്കുകയില്ല. കാരണം ഗോഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിഥിങ്. മാത്രമല്ല, ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചവൻ. ദൈവത്തിന് സകലത്തെയും നിയന്ത്രിപ്പാൻ കഴിയും. മാത്രമല്ല, ദൈവത്തിന് സകലത്തിൻ്റെ മേലും പ്രവർത്തിപ്പാൻ കഴിയും. ആയതിനാൽ ആഴമായി ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. അവൻ നമ്മുടെ ജീവിതത്തിൽ പുതുവഴികളും നന്മകളും ഒരുക്കി പിന്നെയും നമ്മളെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, നിൻ്റെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഒരുപക്ഷെ ഈ വചനം ശ്രദ്ധിക്കുന്നുണ്ടാകാം. അതിവേഗത്തിൽ ചലിക്കുന്ന ദൈവവചനത്തിൻ്റെ ശക്തി നിൻ്റെ ജനത്തിൻ്റെ മേൽ ഇപ്പോൾ തന്നെ സ്വർഗമയക്കുകയും ആവശ്യമുള്ള വിടുതലുകൾ ഇപ്പോൾ തന്നെ സ്വർഗം നിൻ്റെ ജനത്തിൻ്റെ മേൽ അയച്ച് നിൻ്റെ ജനത്തെ സഹായിക്കുകയും ചെയ്യുവാൻ കൽപ്പിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമസ്തവും ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.